ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നല്ല തണുപ്പുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹവേരി ആണ് നമ്മൾ ഇന്നലെ സ്റ്റേ എടുത്തിട്ടുള്ളത്. നമ്മളൊരു ദാവേ കയറി ഫുഡ് കഴിച്ചു. അപ്പം അതിൻ്റെ മേലെ നമുക്കൊരു ടെൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോർണിംഗിന് എത്രയും പെട്ടെന്ന് തന്നെ വേഗം ഇറങ്ങണം. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ടെൻറ്റൊക്കെ അഴിച്ച് പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാണ്. ദാബയിൽ നിന്ന് ഞങ്ങൾ മോർണിംഗ് തന്നെ ഇറങ്ങി. അവിടുന്ന് ഫുൾ സെറ്റ് ചെയ്തിട്ട് നേരെ നമ്മുടെ സോലാപ്പൂർക്കാണ് ഞങ്ങളുടെ ആദ്യ ഡെസ്റ്റിനേഷൻ. സോലാപ്പൂർ ടൗൺ ടച്ച് ചെയ്യില്ല, നമ്മളതിൻ്റെ പുറത്ത് കൂടെയാണ് നമ്മൾ പോവുക. ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയ കട കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം, അടിപൊളി. നമ്മുടെ സാധാ ദോശ, പിന്നെ ഒരു ചമ്മന്തി, പിന്നെ സബ്ജി എന്ന് പറഞ്ഞിട്ട് സാധനത്തിൻ്റെ എന്തോ ഒരു വേറെ വെറൈറ്റി സാധനമാണ്. ഉരുളങ്കിഴങ്ങും ഉള്ളിയും മുളകും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഈ ഏരിയയിൽ ഞങ്ങൾ കണ്ടിടത്തോളം ഭയങ്കര റീസണബിൾ ആണ് പ്രൈസ്. വരുന്ന വഴിക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ, ബൈ. ജിയോൻ്റെ പെട്രോൾ പമ്പ്, ഇതിനെക്കുറിച്ച് ആക്ച്വലി പറയണം. കാരണം അടിപൊളി പെട്രോൾ പമ്പാണ്. നല്ല വൃത്തിയുണ്ട്, നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ലൈക്ക് നമുക്ക് ടെൻ്റ് എങ്ങാനും അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാനും മറ്റൊന്നൊരു ബുദ്ധിമുട്ടുമില്ല. 10-35 CCTV ക്യാമറകളുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫാണ്. കുടിക്കാൻ വെള്ളമുണ്ട്, നല്ല വെള്ളമാണ്. പിന്നെ ഇവരുടെ സൈഡിൽ നിന്ന് എടുത്ത് പറയേണ്ട കാര്യം, ഇവരുടെ ബാത്റൂം അടിപൊളി ബാത്റൂമാണ്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കയറാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബാത്റൂമാണ് ഇവരുടെ. അങ്ങനെ ഞങ്ങൾ മഹാരാഷ്ട്ര ബോർഡർ ക്രോസ് ചെയ്തു. മഹാരാഷ്ട്ര ബോർഡർ ക്രോസ് ചെയ്തതിന് ശേഷം അടിപൊളി സീനറികളാണ് ഇവിടെ മൊത്തം. നല്ല അടിപൊളി പച്ചപ്പുൽ മൈതാനങ്ങൾ, അതേപോലെ ഏക്കർ കണക്കിന് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതേപോലെ ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ, അടിപൊളി സ്ഥലങ്ങളാണ്. നമുക്ക് ഫുള്ളി ഹൈവേ ആണ്, പക്ഷെ എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സീനറീസാണ്. ഹൈവേ ആണെങ്കിലും നമ്മളെ ബോറടിപ്പിക്കാതെ അടിപൊളി നല്ല കാഴ്ചകളായിട്ട് നമുക്ക് റൈഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹേയ്, ഞങ്ങൾ ഇപ്പോൾ ബീഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഞങ്ങൾ മഹാരാഷ്ട്ര കയറി സോലാപ്പൂർ കഴിഞ്ഞു. ബീഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഞങ്ങൾ ആക്ച്വലി ജിയോൻ്റെ പമ്പ് നോക്കിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് കയറിയതാണ്. നേരത്തെ പോലെ ചുമ്മാ അവരോടൊന്നും ചോദിച്ചു ഇവിടെ ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളിയുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പുള്ളി ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നല്ല ഫുഡാണ്, അടിപൊളി ഭക്ഷണമാണ്. എനിക്കറിയില്ല ഇവിടുത്തെ ഇതിങ്ങനെയാണോ എന്ന്, പക്ഷേ ഭയങ്കര റീസണബിൾ പ്രൈസാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് കഴിച്ചത് ഒരാൾക്ക് 3 റൊട്ടി വെച്ചിട്ട് 12 റൊട്ടി, പിന്നെ 2 പനീർ ബട്ടർ മസാലയും പിന്നെ ഒരു എഗ് ബുർജി. ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് ആ കോസ്റ്റ് വന്നത് 400 രൂപയുടെ ഉള്ളിൽ. സൂരജാണ് പൈസ കൊടുത്തത്. നമ്മുടെ എക്സാക്റ്റ് എമൗണ്ട് എത്രയെന്ന് അറിയില്ല. അതാണ് ഇപ്പോഴത്തെ ഇത്. ആളാണ് അതിൻ്റെ നമ്മളുടെ ഓണർ. ആളാണ് നമുക്കിന്ന് സ്റ്റേ സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഓക്കെ, ബൈ.